എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനകത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കളർ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നതാണ്. ഞാൻ വളർത്തുന്ന രീതി എന്ന് പറയുമ്പോൾ തെർമോസ്റ്റാറ്റ് വഴിയാണ്. സാധാരണ ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കുന്ന തെർമോസ്റ്റാറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കോഴികൾക്ക് പ്രധാനമായും വേണ്ടത് കൃത്യമായ ചൂട് നൽകുക എന്നാണ്. ഞാൻ ഫ്രിഡ്ജിനുള്ളിലാണ് ഇതിനെ ആദ്യം വളർത്തിയത്. ഇതുപോലെയല്ല മറ്റു രീതിയിൽ നമുക്ക് വളർത്താം, പക്ഷേ ഞാൻ വളർത്തിയ രീതിയാണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. തെർമോസ്റ്റാറ്റ് ആകുമ്പോൾ നമ്മൾ കൃത്യമായ ചൂട് ഇതിന് നൽകാനാവും. കാരണം തള്ളക്കോഴിയിൽ നിന്നും ഉണ്ടാകുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഈ തെർമോസ്റ്റാറ്റ് വഴി നമ്മൾ ആദ്യ ആഴ്ചയിൽ 37 ഡിഗ്രി സെൽഷ്യസ് ചൂടും, രണ്ടാമത്തെ ആഴ്ചയിൽ അത് 34 ആവുകയും, മൂന്നാമത്തെ ആഴ്ചയിൽ 32, നാലാം ആഴ്ചയിൽ 29 ഇങ്ങനെ രീതിയിൽ കുറച്ച് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ പരമാവധി വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പല ആൾക്കാരും പറയാറുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകുമെന്ന്. എനിക്കും ആ ഒരു ഇത് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും, ഞാനൊരു തുടക്കക്കാരനാണ്, പക്ഷേ ഞാൻ ഇതിലേക്ക് വന്നത് നാടൻ കോഴികളെ വളർത്തിക്കൊണ്ടാണ്. എൻ്റെ നാടൻ കോഴികളെല്ലാം നല്ല രീതിയിൽ വളരുന്നുണ്ട്. പക്ഷേ ഈ കളർ കോഴികളെ വളർത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇത് ചത്തുപോകുമെന്നൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇതിനെ മേടിച്ച് വളർത്തി നോക്കാമെന്ന് നോക്കിയത്. എൻ്റെ ആദ്യ ബാച്ച് കളർ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിട്ടുണ്ട്. ഇത് രണ്ടാമത് വളർത്തിയിട്ടും എൻ്റെ ഒന്നുപോലും ചത്തുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. തെർമോസ്റ്റാറ്റ് വഴി ചൂട് കൊടുക്കുമ്പോൾ കൃത്യമായ ചൂട് അതിന് കിട്ടുകയും, ഒരു തള്ളർക്കോഴി എങ്ങനെയാണോ അതിനെ നോക്കുന്നത് അതേ കണക്ക് തന്നെ തെർമോസ്റ്റാറ്റ് വഴി തന്നെ ചൂട് ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം 1 മാസവും 15 ദിവസവുമായ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇത് വളരെ ആക്റ്റീവും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിയാണ്. 6 കോഴികളെയാണ് ഞാൻ മേടിച്ചത്. എനിക്ക് 6 കോഴികൾക്ക് ഇവിടെ ചിലവായത് 100 രൂപയാണ്. ഈ 100 രൂപയ്ക്ക് നമുക്ക് 6 കോഴികളെ വേറെ എവിടുന്നും മേടിക്കാൻ കിട്ടുന്നില്ല. പക്ഷേ മേടിക്കുന്ന കുഞ്ഞുങ്ങളെ മാക്സിമം വളർത്തിയെടുക്കാനുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ഞാൻ ഈ ഫ്രിഡ്ജിലിട്ട് വളർത്തണമെന്നും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വളർത്തിയെടുത്ത എൻ്റെ സ്ഥലപരിമിതി കൊണ്ട് ബാക്കി കോഴികളുടെ കൂടെ ഇതിനെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇതായിട്ട് ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണ്, പഴയ ഫ്രിഡ്ജ് ബോക്സിലാണ് വളർത്തിയെടുത്തത്. നിങ്ങൾക്ക് വേറെ രീതിയിലും വളർത്തിയെടുക്കാം. പക്ഷേ തെർമോസ്റ്റാറ്റിൻ്റെ ഉപയോഗമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അർത്ഥം. ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഇതൊന്നും നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.